Hello dears, welcome back to Silent Learning. It's me Sri Bhama SB. എടാ മക്കളെ, നിങ്ങളുടെ പരീക്ഷാ സമയമാണല്ലേ, പേടിയുണ്ടോ? എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, ദൈവമേ ഒന്നും പഠിച്ചില്ല. ഈ സമയത്താണ് സമയത്തിന് ഭയങ്കര വില അല്ലേ. ഈശ്വര, സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എവിടെ നിന്ന് തുടങ്ങും, എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് പ്രാന്തെടുത്ത് നിൽക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നത്. നിങ്ങൾക്ക് പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾ ചെയ്യേണ്ട മെയിൻ പരിപാടി അതാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചാലോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ബ്ലഡ് വെസൽ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ ബ്ലഡ് സെൽസ്. ഇതിനകത്ത് തന്നിട്ടുള്ള ബ്ലഡ് സെൽസുകൾ ഏതൊക്കെയാണ്, ABC ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. ഇവയിൽ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏത്, നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ വഹിക്കുന്ന പ്രധാന പങ്ക്, ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. നോക്കണം. രക്തകോശങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഡിസ്ക് ഷേപ്പിലുള്ള ഐ ആം എ ഡിസ്കോ ഡാൻസർ, ചുവന്ന കോശം ആര് പറയുന്നു? റെഡ് ബ്ലഡ് സെൽസ് പറയാണ് ഐ ആം എ ഡിസ്കോ ഡാൻസർ. ഡിസ്ക് ആകൃതിയിൽ വട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. മർമ്മമില്ലാത്ത രക്തകോശമാണ് RBC എന്ന് പറയുന്നത്, ചുവന്ന രക്തകോശം. WBC പറഞ്ഞാൽ വെളുത്ത രക്തകോശമാണ്. അത് പല ഷേപ്പിലുണ്ട്. മിസ് നിങ്ങൾക്ക് സ്നേഹം തരുന്നു, മിസ് നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് തരുന്നു, 2-3 ഹെഡ്സെറ്റുകൾ തരുന്നു. ആ ഷേപ്പിലൊക്കെ ഉണ്ട്, കണ്ടോ? സ്നേഹം, ലവ് ഷേപ്പിലുണ്ട്. ആൻഡ് പാട്ട് കേൾക്കുന്ന ഹെഡ്സെറ്റിൻ്റെ രൂപത്തിലുണ്ട്. ആ ഹെഡ്സെറ്റുകൾ കൂട്ടി വെച്ചാലുള്ള രൂപത്തിലുണ്ട്. ആൻഡ് വേറെ പല ഷേപ്പിലും കാണപ്പെടുന്നതാണ് WBC. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുമ്പോൾ V ഫോർ വിക്ടറി, കുഞ്ഞു കുഞ്ഞു വീകൾ അല്ലേ, കുഞ്ഞായിട്ടുള്ള വീകളാണ് പ്ലേറ്റ്ലെറ്റ്സ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ പഠിച്ചു വെച്ചോ. പ്ലാസ്മ എന്ന് പറയുമ്പോൾ എന്താണ്? ദ്രാവക ഭാഗം അല്ലേ, ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ രക്തത്തിൻ്റെ. മഞ്ഞ നിറത്തിൽ കാണുന്നു. അത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട്, നമ്മുടെ ഗ്ലൂക്കോസ് പൊടികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്മ ആ ലിക്വിഡ് ഐറ്റം സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് എപ്പോഴും പല സമയത്ത് എന്താണ്, മുറിവുണ്ടാവും അല്ലേ, ഒരു വീഴ്ച വീണ് നോക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ബ്ലഡ് വന്നാൽ കുറേ കഴിഞ്ഞിട്ട് തനിയെ കട്ട പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? പ്ലേറ്റ്ലെറ്റ്സ് ആണ് സഹായിക്കുന്നത് കേട്ടോ. നമ്മളൊരു മുറി വന്നാൽ അത് ഉണങ്ങുക എന്ന് വെച്ചാൽ കട്ടയാവാൻ വേണ്ടി സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ചുവന്ന രക്തകോശം RBC പറയുമ്പോൾ ഡിസ്ക് ഇല്ല. ആൻഡ് അതേപോലെ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നത് RBCയിലാണ്, റെഡ് ബ്ലഡ് സെൽസിലാണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ആൻഡ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എല്ലാ ഭാഗത്തോട്ടും എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. WBC എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക് ഷേപ്പിലല്ല, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് പാത്തോജൻസിനെ, രോഗകീടാണുക്കളെ, നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്ന വേണ്ടാത്ത സാധനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. മിസ് പറഞ്ഞില്ലേ, മിസ് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞാൽ മിസ്സിന് ഇവിടെ ഒരു പണി കിട്ടിയ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ഇൻഫെക്ഷൻ ആയോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി WBCയുടെ കൗണ്ടാണ് അവർ നോക്കിയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കാം. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? while choosing fish, what are the things we need to do carefully? what is the food adulteration? ഭക്ഷണത്തിൽ മായം ചേർക്കൽ എന്നാൽ എന്താ? how can we find adulteration of turmeric and coconut oil? വെളിച്ചെണ്ണയിലെയും മഞ്ഞളിലെയും മായങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? മായം ചേർക്കാം, മായം കണ്ടുപിടിക്കാം. അപ്പം ആദ്യം നമ്മൾ മത്സ്യം എങ്ങനെ തിരഞ്ഞെടുക്കുക? എടാ മക്കളെ, നിങ്ങൾ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. എന്തിനാ അത്ര പഠിക്കേണ്ട ആവശ്യമല്ലേ? നോക്കടാ, മത്സ്യത്തെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ വിരലുകൊണ്ട് അമർത്തി നോക്കുന്ന സമയത്ത് ആ ഭാഗം കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. എന്നിട്ട് കുഴിഞ്ഞ് മുകളിലോട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം കുഴപ്പമില്ല, നല്ലതാണെന്ന്. അല്ല, കുഴിഞ്ഞേ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം ചീഞ്ഞ മത്സ്യമാണ്, പച്ചയ്ക്കാണെന്ന് ആലോചിച്ച് വെക്കാം. പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പവും തിളക്കവും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടെങ്കിലും നല്ലതല്ല. ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്കി പോങ്കി, നല്ല പിങ്ക് നിറം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലേ ഇത് ഫ്രഷ് ഐറ്റം ആണെന്ന് തോന്നില്ലേ? ആ സാധനം നോക്കി നമ്മൾ സെലക്ട് ചെയ്യാവൂന്ന് അർത്ഥം. ചാരനിറോ പച്ചനിറമൊക്കെ ചെകിളപ്പൂക്കളൊക്കെ അറിയില്ലടാ. അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കണ്ണുകൾ യഥാസ്ഥാനത്താണ്, കറക്റ്റ് സ്ഥലത്ത് തന്നെയാണെങ്കിലും സെറ്റാണ്. ദുർഗന്ധം, ഒരുമാതിരി വൊമിറ്റിംഗ് അല്ല, സ്മെല്ല്, ഫൗൾ സ്മെല്ല്, വൃത്തിയില്ലാത്ത സ്മെല്ലും വന്നാൽ മനസ്സിലാക്കാം നമുക്ക് അതെന്താണ്, നന്നല്ലാത്തതാണെന്ന്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ നോക്കാം. ഫിംഗർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. സ്ലൈറ്റ്ലി വെറ്റ് ആണെന്ന് നോക്കാം. ഷൈനി ഔട്ടർ സർഫസിലെ ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻടാക്റ്റ് ആയി ആൻഡ് നോർമൽ കളർ ആണോ എന്ന് നോക്കിയിട്ടും ഫൗൾ സ്മെല്ല് നോക്കിയിട്ട് നമുക്ക് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് അടുത്തത് ചോദിച്ചത് എന്താണ്? മായം ചേർക്കൽ. എങ്ങനെയാ മായം ചേർക്കുക? ആഹാര വസ്തുക്കളെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല. ഇഷ്ടികപ്പൊടി
മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കാറുണ്ടെന്ന്. കാരണം ഇഷ്ടികപ്പൊടിയുടെ നിറം ഏകദേശം മുളക് പൊടിയുടെ പോലെയല്ലേ, അതിൽ ചേർത്ത് ചെറുതായിട്ട് മായം ചേർക്കാന്നാ പറയുക. അങ്ങനെ ചേർത്തിട്ട് നമുക്ക് തരുന്നവരുണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പം ആഹാര വസ്തുക്കളിൽ അതിനോട് ഏകദേശം അതുപോലെ തോന്നിക്കുന്ന സാദൃശ്യം തോന്നിക്കുന്നതും എന്നാൽ വിലക്കുറവുള്ളതും നമുക്ക് വലിയ പൈസ ചിലവില്ലാത്ത സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തരികയാണെങ്കിലാണ് അവിടെ മായം ചേർത്തു എന്ന് നമ്മൾ പറയുക. അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസ് ഓഫ് ഫുഡ് ഐറ്റംസ് ആർ കോൾഡ് അഡൾട്രേഷൻ അല്ലെങ്കിൽ മായം ചേർക്കൽ എന്ന് പറയാം. ഒരു പദാർത്ഥത്തിന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും അനധികൃതമായിട്ട് നിറങ്ങൾ ചേർക്കും മായം ചേർക്കും ചെയ്യാറുണ്ട് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, സെല്ലിങ് ഫുഡ് ഐറ്റംസിൽ നമുക്ക് വെയിറ്റ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ടേ, നമുക്ക് സാധനങ്ങൾ കുറച്ച് കൂടുതലാവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മായം ചേർക്കും. ഇതുപോലെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും. അതിനെയാണ് മായം ചേർക്കുക എന്ന് പറയാം. ഇനി നമ്മൾ മഞ്ഞളിലെ മായം എങ്ങനെയാടാ കണ്ടുപിടിക്കുക? സിമ്പിൾ, നമുക്ക് പണിയുണ്ട്. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വെതറ, എന്നിട്ട് കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴ്ത്തോട്ട് വരും. അപ്പം ജസ്റ്റ് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ പറ്റിക്കപ്പെട്ടു ഗായ്സ് എന്ന് മനസ്സിലാക്കാം അല്ലേ. സോ ടേക്ക് വാട്ടർ ഇൻ ഗ്ലാസ് ടംബ്ലർ, സ്പ്രിംഗ് ദ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ആൻഡ് അങ്ങനെ നോക്കിയിട്ട് കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നിറം ഇല്ലാത്തതാണെങ്കിൽ അതുപോലെ തന്നെ താഴ്ത്തോട്ട് അടിയാണ് ചെയ്യാം. അടുത്തത് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എങ്ങനെ കണ്ടുപിടിക്കാടാ? 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് നിരീക്ഷിക്കുക. അപ്പം നല്ല വെളിച്ചെണ്ണയാണ്, പ്രശ്നമൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കട്ടിയായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദ്രാവക രൂപത്തിൽ വെളിച്ചെണ്ണ മാത്രമേ പൊന്തി നിൽക്കും, ബാക്കി സാധനങ്ങൾ കട്ടിയാവുന്നത് പോലെ നമുക്ക് തോന്നും ചെയ്യും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കോക്കനട്ട് ഓയിൽ ഫിൽ ഹാഫ് ഓഫ് ദ ഗ്ലാസ് ടംബ്ലറിൽ നമ്മളത് ഒരു 1/2 ലിറ്റർ ഫിൽ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും പണി പാളിയോ ഇല്ലേന്ന്. സെറ്റല്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാലോ. ഇത് നോക്കിക്കോ. ഒബ്സർവ് ദ പിക്ചർ. വൈ ഡു അവർ വാട്ടർ റിസോഴ്സസ് ലുക്ക് ലൈക്ക് ദിസ്? ചിത്രം നിരീക്ഷിച്ച് എന്താണ് ജലാശയങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് ചോദിച്ചു. എന്താണ് ഇതിൽ കാണുന്നത്? നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കുളങ്ങളോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ പച്ചപ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും അത് കൊള്ളാം, പച്ചപ്പ് പായൽ മിസ് ചെയ്താൽ നല്ല പച്ചപ്പ് ഹരിതാഭ എന്ന് പറയും. പക്ഷെ അത് അങ്ങനെയല്ല, അത് നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജലാശയങ്ങളിൽ ആൽഗകൾ പോലെയുള്ള ഒരു പായൽ, ഒരുമാതിരി പച്ചപ്പായൽ എന്ത് ചെയ്യാണ്, ജലാശയങ്ങളിൽ നീണ്ടു നിവർന്ന് നിൽക്കുക. അപ്പം നമ്മൾ വിചാരിക്കും പച്ചപ്പായൽ കാണുമ്പോൾ നല്ലതാണെന്ന്. പക്ഷെ ആ ആൾ പ്രശ്നക്കാരനാണ്, ആൾക്ക് നല്ല ഓക്സിജൻ വേണം. ആൾക്ക് നിലനിന്ന് പോകാൻ ഓക്സിജൻ വേണ്ടതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഈ വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അക്വാറ്റിക് പ്ലാന്റ്സ്, പാവം പിടിച്ച മത്സ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും ഓക്സിജൻ കിട്ടാണ്ട് വരും. അത് ചത്തുപോകും ഗൈസ്. അതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. അപ്പോൾ എക്സസ് ഗ്രോത്ത് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ലൈക്ക് ആൽഗി in water body causes by the phenomenon is known as eutrophication. ഇത് ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണ്? The water bodies where fertilizers containing nitrogen and similar substance flow ചെയ്യുന്ന സമയത്ത്, എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നതും അതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്ന സമയത്തും രാസവളങ്ങളൊക്കെ വരുന്ന സമയത്തുമാണ് ഇത് മെയിനായിട്ട് വളരുന്നത്. ഇത് വളർന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഓക്സിജൻ സപ്ലൈ കൂടുതൽ വേണം. ഓക്സിജൻ കൂടുതൽ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാലോ. ദാ നോക്ക്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മാലിന്യ സംസ്കരണ രീതി ഏതാ? ഈ രീതി എന്താന്ന് ചോദിച്ചു. ഇത് നിങ്ങളുടെ വീടുകളിൽ, പലരുടെയും വീടുകളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനമായിരിക്കും. എന്താണിത് മക്കളെ? ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണ് ബയോഗ്യാസ് പ്ലാന്റ്? ഓക്സിജൻ സപ്ലൈ കൊടുക്കാണ്ട്, എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ ഈ പച്ചക്കറി അതും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലിങ്ങനെ പോയി ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊരു വാതകമാക്കി മാറ്റും. അത് ആ വാതകം എന്ന് വെച്ചാൽ ബയോഗ്യാസ് ആക്കി മാറ്റും. അതിനെ നമ്മൾ വീണ്ടും കുക്കിങ്ങിനും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ് ബൈ മൈക്രോ ഓർഗാനിസം ആൻഡ് അവരെന്ത് ചെയ്യാണ്, വിത്തൗട്ട് അണേറോബിക് എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാണ്ട് അണേറോബിക് ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് യൂസസ് ഫോർ ദ കുക്കിംഗ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നമ്മൾ വേസ്റ്റ് കൊണ്ടിടുന്നു, അണേറോബിക് റിയാക്ഷൻ നടക്കുന്നു, നമ്മുടെ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗ്യാസ് യൂസ് ചെയ്ത് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുന്നു. പൊളിയല്ലേ? അടിപൊളി സെറ്റപ്പ് അല്ലേ? അത്രേ ഉള്ളൂ. അടുത്തത് 3R എന്നാൽ എന്താ, 3R എന്നാൽ എന്ത്, അതുപോലെ ചിത്രം നിരീക്ഷിച്ച ഈ പദ്ധതി ഏതാണെന്നും
കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടാ 3R എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ട് 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 മീല നാട്ട് എന്ന് പറയുന്ന ആ സിനിമയിൽ RRR പറയുന്നത് പോലെ RRR എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കേസിലാണ് RRR വരുന്നത് 3 റീസൺ കൊണ്ടാണ്. റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഉപയോഗം കുറയ്ക്കുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, ആൻഡ് നമ്മൾ പുനഃചക്രമണം നടത്തുക. ഈ 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതിനെയാണ് 3R എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മളിവിടെ ഈ പിക്ചർ എന്നിട്ട് എന്താ ചോദിച്ചു, ഇതാണ് ഹരിത കർമ്മസേന. നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ചേച്ചിമാർ വരാറുണ്ടായിരിക്കും. മന്ത്ലി വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്ലാസ്റ്റിക് പോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചാൽ അത് കൊണ്ടുപോയിട്ട് കളക്ട് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. ആ ഹരിത കർമ്മസേന എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹരിത കർമ്മസേന. പഞ്ചായത്തിലും നഗരസഭയിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. അജൈവമായിട്ട് നമ്മുടെ മണ്ണിലിട്ടാൽ ലയിക്കാത്ത സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഒന്നും ലയിക്കൂലല്ലോ, അപ്പം അതിനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വരും. അതും വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യാണ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഹരിത കർമ്മസേന എന്ന് പറയുന്നത്. അത് ഒക്ടോബർ 2017 കേരളത്തിൽ വന്നിട്ടുള്ളത്. നടപ്പിലാക്കിയിട്ടുള്ളതും കൂടെ ആലോചിച്ച് വെക്കാം. സെറ്റല്ലടാ, റെഡി അല്ലേ? അപ്പം അടിപൊളിയായിട്ട് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മുടെ മാരത്തോണിൽ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്യും. സോ ആരും മറക്കാണ്ട് മാരത്തോണുകളും മോർണിംഗ് ബൂസ്റ്ററും ഒക്കെ കാണുക. എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇയേഴ്സ്. ബൈ ബൈ, സീ യു.